അഗ്നിപരീക്ഷ താണ്ടി ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കയറുക എന്ന് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോ പ്രേക്ഷകരും. എന്നാൽ നമ്മൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും അവിടെയുള്ള വിധികർത്താക്കൾ എന്ന് പറയുന്ന കുറച്ച് പേരുടെ പ്രകടനങ്ങൾ അത് ഓരോ ദിവസവും പ്രേക്ഷകരെ ആ ഒരു ഷോയിൽ മടുപ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്നിപരീക്ഷയിലെ അഗ്നി ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയാണ്. പുറത്താക്കപ്പെട്ട ഓരോ കണ്ടസ്റ്റൻസും വന്ന് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അനീതിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഓരോരുത്തരും വരുന്നുണ്ട്. ഫേവറിറ്റിസമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അതുണ്ടെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ. ഇന്നത്തെ തോൽവി നാളത്തെ വിജയമാണ്, അഥവാ ഇന്നലത്തെ വിജയം ഇന്നത്തെ തോൽവിയുമാകും. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് റെനീഷ പറഞ്ഞെങ്കിലും നമ്മുടെ ജീവിതത്തിലും അത്തരത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മൾ തോറ്റുപോയി എന്ന് കരുതിക്കൊണ്ട് നാളെ നമ്മൾ വിജയിച്ചൂടാ എന്നില്ലല്ലോ. ഇന്ന് നമ്മൾ വിജയിച്ചിരിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ തോറ്റുകൂടാ എന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ബിഗ് ബോസ് വീടിൻ്റെ അകത്തും ഓരോരുത്തരും പ്രകടമാക്കേണ്ടത്. എങ്കിലേ നിങ്ങളെ പ്രേക്ഷകർ സ്വീകരിക്കുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം. ഇപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസ് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ അവർ കൂടെ നിൽക്കും. ഇപ്പോൾ വന്നിരിക്കുന്നതിൽ ഒരു 10-20 അതിനു വേണ്ടിയിട്ടൊന്നും ട്രൈ ചെയ്യുന്നില്ല. ബാക്കിയുള്ള 4 പേര് അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ജഡ്ജസ്മാരെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയതുകൊണ്ടായിരിക്കാം രഞ്ജിനിക്കൊക്കെ ഒരു ഒതുക്കം വന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയ അടിച്ചമർത്തലൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിൽ. 4 ടീമുകളാണ് തിരിച്ചിരിക്കുന്നത്. റിയാസിന്റെ ടീം, രഞ്ജിനിയുടെ ടീം, അഖിലിന്റെ ടീം, റനീഷയുടെ ടീം. റനീഷയുടെ ടീമിൽ പോകാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ്? റനീഷ അല്ല അവിടെ അവരടുത്ത സ്റ്റേജിലേക്ക് കയറ്റി വിടേണ്ടത്. അവരെ അടുത്ത സ്റ്റേജിലേക്ക് കടത്തി വിടേണ്ടത് ഈ ജഡ്ജസ്മാരാണ്. അപ്പോൾ അവരെ അല്ലേ സോപ്പ് ഇടേണ്ടത്. രഞ്ജിനിനൊക്കെ കിട്ടുമ്പോൾ ഒരു രഞ്ജിനി ചേച്ചി എവിടെ മൊത്തം ഷോപ്പിംഗാ. ടീം മെമ്പേഴ്സ് ഇല്ലേ, ഇവരുടെ കയ്യിലെല്ലാം ഇവരുടെ ടീം ലീഡറിന്റെ, അതായത് ജഡ്ജിമാരുടെയും റനീഷയുടെയും ഒക്കെ മാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മാസ്ക് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് റനീഷ പറയാണ്, ഈ മാസ്ക് ഇല്ലേ, ഈ മാസ്ക് നിങ്ങൾ മൊത്തം മാസ്ക് ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഈ മാസ്ക് ഒക്കെ അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ ആരാണെന്ന്, റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ക്യാരക്ടർ പുറത്തു കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് റനീഷ വന്നിരിക്കുന്നത് കേട്ടോ. ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു കണ്ടസ്റ്റന്റോട് പോയി നിൽക്കുമ്പോൾ അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതായത് എന്തെങ്കിലും ടോപ്പിക്ക് വരും. അത് അറിയാതെ അപരിചിതമായി വരുന്നു എന്നൊന്നുമല്ല. ഏത് കണ്ടസ്റ്റന്റാണോ വരുന്നത് അവർക്ക് പറ്റുന്ന വിഷയം ബിഗ് ബോസ് ടീം തന്നെ ഇടുന്നതാണ്. അപ്പോൾ ലോലിറ്റ വന്നപ്പോൾ മുത്തശ്ശി എന്ന് പറയുന്ന വിഷയമാണ്. ഒരുപക്ഷെ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ലോലിറ്റ സംസാരിച്ചിട്ടുണ്ടാവുക മുത്തശ്ശിയെയും കുറിച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു വിഷയം. നിങ്ങൾ ഇന്റർവ്യൂവിലെ സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾ എന്ത് പറയുന്നോ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഓരോ ടാസ്കുകളും. അത് അഗ്നിപരീക്ഷയിൽ മാത്രമല്ല, ബിഗ് ബോസ് വീടിൻ്റെ അകത്തും ഓരോ കണ്ടസ്റ്റൻസ് എന്നോട് ഒന്ന് പറയാറുണ്ട്, നമ്മൾ ഇന്റർവ്യൂവിൽ എന്തൊക്കെ കാര്യം ഇവരോട് പറയുന്നോ അതൊക്കെ വെച്ച് ഇവർ വേദനിപ്പിക്കുന്നു, അതൊക്കെ വെച്ച് അവരെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ബിഗ് ബോസിന്റെ ഒരു കളി. മെന്റലി നമ്മുടെ തകർക്കാനുള്ള കാര്യങ്ങൾ ഇവർ സെലക്ഷൻ പ്രോസസ്സിൽ തന്നെ ഇങ്ങനെ എഴുതി നോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ടാസ്കിന്റെ സമയത്ത് ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കയറി നമ്മളിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ അതൊക്കെ ഇവിടെ ഒന്ന് ഇട്ട് തരും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് തരും. അപ്പോൾ നമ്മൾ സങ്കടപ്പെടും. അപ്പോൾ ഒന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ സങ്കടത്തിലേക്ക് പോകും. മനസ്സിലായോ? അങ്ങനെയുള്ള കളികളാണ്. അപ്പോൾ നിങ്ങൾ കളിക്കേണ്ടത് നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളോടാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടീം, ആ ടീമിനോടാണോ നിങ്ങൾ മത്സരിക്കേണ്ടത്. ആ ഒരു മൈൻഡിൽ നിങ്ങൾ പോയി കളിക്കൂ. നിങ്ങൾക്ക് പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ പറ്റും. പ്രേക്ഷകർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീസൺ 8-ൻ്റെയോ 9-ൻ്റെയോ 10-ൻ്റെയോ കപ്പും കൊണ്ട് വരാൻ പറ്റും. ഇപ്പോൾ 8 ആണ് നടക്കുന്നത്. അപ്പോൾ 8-ൻ്റെ കപ്പും കൊണ്ട് വരാൻ പറ്റും. അഗ്നിപരീക്ഷയിൽ മത്സരിക്കുന്നവർ മാത്രമല്ല, ഏത് സെലിബ്രിറ്റികൾ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ വരാൻ ഒരുപാട് സെലിബ്രിറ്റികളുണ്ടാകും, 10-20 സെലിബ്രിറ്റികൾ ഉണ്ടാകും. ഇവർ ആരൊക്കെയാണെങ്കിലും നിങ്ങൾ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോടാണ്, ബിഗ് ബോസ് ടീമിനോടാണ്. അവിടെയുള്ള മത്സരാർത്ഥികളെയൊക്കെ കാണാം. ഒരു പരിധി വരെ അവരെ കൂടെ നിർത്തിയിട്ട് ബിഗ് ബോസിനോട് മത്സരിക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതൊക്കെ ഇനിയും ഒരുപാട് സമയം ഉണ്ടല്ലോ, അവിടെ നിന്ന് എത്തിയിട്ടില്ല. ഷാമിനെ സംബന്ധിച്ച് ഷാമിന് ചെറിയൊരു ഫെമിനിൻ ബിഹേവിയർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പലരും കളിയാക്കാറുണ്ട് എന്ന്. അതെനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത എനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാം അതിനെക്കുറിച്ച് പറയുകയാണ്. ശരിയാണ്, ഒരു സ്ത്രീ, ഷാം പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിൽ ടച്ച് ചെയ്തൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീ ഭയങ്കര ബോൾഡായിട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ പുരുഷന്മാർ സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറയും അവൾ നല്ല ബോൾഡാണെന്ന്. അതേസമയം ഒരു പുരുഷൻ ഒരു സ്ത്രീ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഫെമിനിൻ ടച്ച് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയും അവൻ എങ്ങനെയാണ്. അതാണ് നമ്മുടെ സമൂഹം. സ്ത്രീയെ പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്.
പക്ഷേ ഷ്യാമിൻ്റെ ആ ഒരു വാക്കുകൾ റിയാസിനെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുണ്ട്. റിയാസ് ആയിരുന്നു അതിന് മറുപടി ഏറ്റവും ആദ്യം പറഞ്ഞത്. ഒരുപാട് സപ്പോർട്ട് റിയാസിൻ്റെ ഭാഗത്തു നിന്നും ഷ്യാമിന് ഇന്ന് കിട്ടി, ഇനി തുടർന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷ്യാം ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്ന ഒരു കണ്ടസ്റ്റന്റിൽ ഒരാളാകാനുള്ള സാധ്യതകൾ ഒരുപാട് കാണുന്നു. അത് ഷ്യാമിൻ്റെ ഗെയിം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ ഗെയിം അല്ലെന്നും ഞാൻ പറയുന്നില്ല. ഷ്യാം അവിടെ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്. അടുത്ത ഷിബിനക്ക് സൗന്ദര്യമാണ് കൊടുത്തത്. ഷിബിൻ ആരാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ റിയാസിൻ്റെ പെറ്റ്. റിയാസ് എപ്പോഴും ഷിബിനെ അങ്ങോട്ട് പൊക്കിയടിച്ച് കാരണം സ്റ്റാർട്ടിങ് തന്നെ ബ്രൗൺ ബ്യൂട്ടി അങ്ങനെ എന്തോ ആണ് ഷിബിനെ വിളിച്ചത്. സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമില്ല, കളറിലൊന്നും അല്ല സൗന്ദര്യം, മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുത്. അല്ലാതെ കളറിൻ്റെയോ അല്ലെങ്കിൽ പുറമേ കാണുന്ന സൗന്ദര്യമല്ല. പുറമേ കണ്ടിട്ട് ഭയങ്കര വെളുപ്പും അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയൊക്കെ ഉള്ള അവർ ഉള്ളിൽ ദുഷ്ട മനസ്സാണെങ്കിൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടുമോ? ഇല്ല. സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മനുഷ്യർ ഒരിക്കലും ആരെയും കാൽക്കുലേറ്റ് ചെയ്യില്ല. നമ്മുടെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറാനായിട്ട് സൗന്ദര്യമല്ല മുൻഗണന. സൗന്ദര്യത്തെക്കുറിച്ച് ഷിബിന പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷിബിന പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബിനയുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഷിബിനെ ഭയങ്കരമായിട്ട് പുച്ഛിക്കായിരുന്നു. അയൽക്കൂട്ടത്തിൽ അയൽവാസികൾ അവരൊക്കെ പറയുമായിരുന്നു, നിനക്ക് മുഖത്ത് നല്ല മുഖശ്രീയുണ്ട് പക്ഷെ കറുത്തതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിക്കായിരുന്നു എന്ന്. ഷിബിനെ അടുത്ത് ഈ ചേച്ചിമാരൊക്കെ പറയും, ഏത് ചേച്ചിമാർ, ഈ അയൽക്കൂട്ടം അയൽവാസി അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇവിടേക്ക് ആരാണ് കെട്ടാൻ വരിക, ഇവിടേക്ക് ആരും കെട്ടൂല എന്നൊക്കെ ഈ അയൽവാസികളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിലുള്ളവരൊക്കെ പറയുമ്പോൾ ഷിബിൻ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന്, ഐ ഡോണ്ട് വാണ്ട് യുവർ അൺഎംപ്ലോയിഡ് സൺസ്. എനിക്ക് നിങ്ങളുടെ തൊഴിലില്ലാത്ത പുത്രന്മാരെ വേണ്ട, എനിക്ക് ജോലിയുള്ള നല്ല ചെക്കന്മാരെ കിട്ടും. നല്ല അടിപൊളി ഉത്തരമാണ് ഷിബിന കൊടുത്തത്. ഷ്യാമോനാണ്. ഷ്യാമോൻ സമയമാണ് ടോപ്പിക്ക് കൊടുത്തത്. കാരണം ആംബുലൻസ് ഡ്രൈവറാണ്. സമയത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന നിമിഷങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളവരായിരിക്കും. ഒരുപാട് കണ്ടിട്ടുള്ളവരായിരിക്കും സമയത്തിൻ്റെ വേഗത അല്ലെങ്കിൽ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ. എല്ലാവർക്കും സമയത്തിൻ്റെ വില അറിയാം, പക്ഷേ ഇവർ ഒരുപാട് ലൈഫിൽ കാണുന്നതാണ്. ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും താമസിച്ചു പോയാൽ അവരുടെ ജീവിതം വരെ അല്ലെങ്കിൽ ജീവൻ വരെ നഷ്ടപ്പെടുന്ന രീതിയിൽ പല സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഷാമോഹനെ പോലെയുള്ള ഒരുപാട് ആംബുലൻസ് ചേട്ടന്മാരുണ്ട്, വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഷാമോൻ സംസാരിച്ചത്. വളരെ മനോഹരമായി സംസാരിച്ചു. നമുക്ക് തന്നെ കേട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുട്ടിയുടെ കഥയൊക്കെ ആളുടെ ലൈഫിലുണ്ടായ ഒരു സ്റ്റോറിയൊക്കെ അത് പറഞ്ഞു. കാര്യം ശരിയാണ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. നമ്മൾ റോട്ടിലൂടെ പോകുമ്പോണ്ടല്ലോ ഈ ആംബുലൻസിന് സൗണ്ട് ഇടുമ്പോൾ നമ്മളൊക്കെ വണ്ടി ഒന്ന് ഒതുക്കും. എവിടെ ചിലവരുണ്ട്, ചില ബൈക്കുകാരുടെയും അതുപോലെ കുറച്ച് ആൾക്കാരുടെയൊക്കെ മുഖമാണ് എനിക്ക് ആ സമയത്ത് മനസ്സിൽ വന്നത്. നമ്മളൊക്കെ വണ്ടി ആംബുലൻസിൻ്റെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഒന്ന് സൈഡ് ഒതുക്കാൻ നോക്കുമ്പോൾ ചില ബസ്സുകാർ വരെ പ്രൈവറ്റ് ബസ്സില്ലേ അവരൊക്കെ ആംബുലൻസിനേക്കാൾ മുന്നേ പോകാൻ നോക്കും. അടുത്തത് ജെറ്റി ആണെങ്കിൽ ഭയങ്കര കരച്ചില്. ജെറ്റി അവിടെ നിന്നിട്ട് നേഴ്സാണല്ലോ, അപ്പം നേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് കൊടുത്തത്. ഭയങ്കര കരച്ചില്. ഞാൻ നേഴ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മ പനിച്ച് വരച്ച് കിടക്കുന്നു, ട്രിപ്പ് കയറ്റിയിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. ഒരുപാട് മനസ്സിൽ അത്രയും വേദന അനുഭവിച്ചിട്ട് ഞാൻ വളരെ വേദനയോട് കൂടിയിട്ട് ചിരിച്ച മുഖത്തോടു കൂടി ഞാൻ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഒരുപാട് വിഷമങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി അല്ലെങ്കിൽ ചിരിച്ച് നമ്മൾ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും വരും. അത് എല്ലാ ജോലിയുടെ പാർട്ടാണ്. അപ്പോൾ നഴ്സുമാരെന്ന് പറയുമ്പോൾ മാലാഖമാർ തന്നെയാണ്. തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് അവരെ എല്ലാവരും സ്മരിക്കണം. ജെറ്റി ഭയങ്കരമായിട്ട് വിഷമിച്ച് പറഞ്ഞ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ജെറ്റിയുടെ അമ്മേനെ നോക്കാൻ പറ്റിയില്ല, കാരണം ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് ആ പനിച്ച് കിടന്ന അമ്മയെ നോക്കാതെ ഡ്യൂട്ടിക്ക് പോയി. ആ ഒരു വിഷമമാണ് ജെറ്റി പങ്കുവച്ചത്. ഇപ്പോൾ ജെറ്റി ലീവ് എടുത്തിട്ടല്ലേ ഈ ഷോയ്ക്ക് വന്നിരിക്കുന്നത്? അല്ല, അപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ച ആ സമയത്ത്. കഥയിൽ ചോദ്യമില്ല. അവിടെ സിൻസിയാരിറ്റിയൊക്കെ അവിടെ വാല്യൂ ചെയ്യുന്നുണ്ട് ജഡ്ജസ്മാരെ. അപ്പോൾ നമ്മളൊരു സ്റ്റോറി പറയുമ്പോൾ ഫേക്കായിട്ട് നമ്മുടെ റനീഷ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മുഖമൂടി വെച്ചിരിക്കുമ്പോൾ അതൊക്കെ വലിച്ചു കയറി ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ് പോകും. അങ്ങനെ ഒരു വീണ ഒരു വ്യക്തിയാണ് ജെറ്റി. ആദ്യം തന്നെ പറയട്ടെ, ജെറ്റി ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വീണ് പോയിട്ടുണ്ട്, പുറത്തായി. അടുത്തത് രാകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ സ്റ്റാർട്ടിങ് മുതൽ രാകേഷിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ്, ആൾ പക്ക ഗെയിമറാണ്. ബിഗ് ബോസിൽ കയറും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് രാകേഷ് കയറും. കാരണം ആൾ രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് വന്ന്
ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറും എന്നുള്ളതാണ് ആളുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. അവിടെ എത്തിക്കഴിയുമ്പോൾ കപ്പായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ ഉദ്ദേശം വീട്ടിൽ കയറുക എന്നുള്ളതാണ്. അതിനു വേണ്ടി ആൾ നല്ലോണം ആക്ട് ചെയ്യുന്നുണ്ട്, നല്ലോണം കളിക്കുന്നുണ്ട്. ആളുടെ സ്വഭാവം അതൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷേ പലതും ജഡ്ജസ്മാരെയാണെങ്കിലും മറ്റു ഫ്ലോറിലുള്ളവരൊക്കെ സ്വാധീനിക്കാനും ഒക്കെ ആൾ ശ്രമിക്കുന്നുണ്ട്. ആളുടേതായ ഗെയിമും ആൾ എടുക്കുന്നുണ്ട്. ആളുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കാം, പക്ഷെ ആൾ നല്ലൊരു ഗെയിമറാണ്. നല്ലൊരു ഗെയിമർ എല്ലാവരെയും പറ്റിച്ച് ഗെയിം കളിക്കും. ആൾ നല്ലൊരു ഗെയിമറാണെങ്കിൽ എല്ലാവരും പറ്റിക്കുന്നുണ്ടാകും. ടാസ്കിൻ്റെ പേരാണ് അതിർത്തിപ്പോര്. അതിർത്തിപ്പോരിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇത് ബുദ്ധിപൂർവ്വം കളിക്കാം, അല്ലെങ്കിൽ കായികമായിട്ടും കളിക്കാം. ഇവരെല്ലാവരും കായികമായിട്ടാണ് കളിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ചില ടീമിന് നിസ്സാരമായിട്ട് തോപ്പിച്ച് മറ്റേ ഓപ്പോസിറ്റ് ടീം തോപ്പിച്ചൊക്കെ കളഞ്ഞു. കാരണം അതുപോലെയാണ് കളിക്കേണ്ടായിരുന്നത്. ഒരു ടീമിൽ 7 പേര്, ഓപ്പോസിറ്റ് ടീമിൽ 7 പേര്. പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ അറ്റാക്ക് ചെയ്യാനും ടീമുകൾ ഓരോ ടീമിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഫ്ലോറിൽ കുറച്ച് ബോട്ടിൽസ് ഉണ്ടാവും. ഈ ബോട്ടിലിൽ തെർമോക്കോൾ പോലത്തുള്ള ബൗൾസാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. താഴെ പെട്ടെന്ന് വീഴും. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഇവർക്ക് ഓരോ ടീമിനും ഓരോ സോൺ തന്നിട്ടുണ്ടാവും. ആ പ്ലേസിലേക്ക് ഈ ബോട്ടിൽസ് എടുത്ത് കൊണ്ടുപോയി വെക്കുക. അതിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാർ, കണ്ടസ്റ്റൻ്റ്, നിങ്ങളുടെ ബോട്ടിൽസ് മറ്റുള്ളവർ ഓപ്പോസിറ്റ് ടീം അറ്റാക്ക് ചെയ്ത് താഴെ ഇടും. അതായത് അവർക്ക് ഒരു സ്മൈലി ബോൾ കൊടുത്തിട്ടുണ്ടാവും. ആ ബോൾ വലിച്ചെറിഞ്ഞ് ആ കുപ്പികളെല്ലാം താഴെ ഇടും. ബിഗ് ബോസിൻ്റെ ബസർ കേൾക്കുമ്പോൾ ഏത് ടീമിൻ്റെ ബോട്ടിലാണോ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ കൗണ്ട് ചെയ്തതിനാണോ ആ ടീമായിരിക്കും വിജയിക്കുക. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്പോസിറ്റ് ടീമിൻ്റെ ഇത് അടിച്ച് താഴെ ഇടാം. എല്ലാവരും അതിനാണ് ട്രൈ ചെയ്തത്. ഓപ്പോസിറ്റ് ടീമിൻ്റെ കുപ്പി താഴെ ഇടാനാണ് ശ്രമിച്ചത്. സ്വന്തം ടീമിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ അതിന് അങ്ങനെയാണ് ശ്രമിച്ചത്. കളിച്ചു എന്ന് വെച്ചാൽ കളിച്ചു, കളിച്ചില്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അത് സിമ്പിളായിട്ട് കായികമായിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളിക്കാൻ പകരം ഇത് സേഫായിട്ട് കളിക്കാമായിരുന്നു. പകരം അതിനുള്ളൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്ന ഈ ടിപ്പുകൾ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ളതാണ്. അഖിൽ കാണിച്ചു കൊടുക്കുക ചെയ്തേ. നിങ്ങൾക്ക് ഈ കാല് മാത്രം യൂസ് ചെയ്തിട്ട് ടാസ്ക് സുഖമായിട്ട് വിൻ ചെയ്യാമായിരുന്നു. ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാണ് ഓടി നടന്ന് ക്ഷീണിച്ച് ഒക്കെ കളിച്ചത്? അവർക്ക് എന്താ വലിച്ചെറിയാനൊക്കെ എടുക്കാനൊക്കെ ഓടുകയാണ്. 2 കാലുകൾ കുപ്പി നിൽക്കുന്നിടത്തുനിന്ന് ഒരു കാല് അവിടെ നിന്ന് ഒന്ന് മൂവ് ചെയ്താൽ നിങ്ങൾ വെക്കുന്ന നിങ്ങളുടെ ബോട്ടിൽ അവിടെ കുപ്പി വയ്ക്കാം. ഇങ്ങനെ ഓടിക്കതച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അഖിലത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ടാസ്ക് എല്ലാം കഴിഞ്ഞു. വിശാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ഇന്നലെ വിശാഖ് നല്ലോണം കളിച്ചു, ഇന്നും വിശാഖ് നല്ലോണം കളിച്ചിട്ടുണ്ട്. വിശാഖ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റായി മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജഡ്ജസ്മാർ വിധി എഴുതി നന്നായി കളിച്ച 3 പേര്, ഒന്ന് ഷിജിൻ, മറ്റൊന്ന് റാഷി, മറ്റൊന്ന് രാകേഷ്, പിന്നെ വൈശാഖ് നല്ലോണം കളിച്ചു, പിന്നെ പൂജ നല്ലോണം കളിച്ചു. പൂജ കളിച്ചപ്പോൾ പൂജ എല്ലാവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ തൻ്റെ ടീമിൽ തന്നെ ഉള്ളവരെ നോക്കി ഇങ്ങനെ കൈയടിക്കുക. എന്നുവെച്ചാൽ പൂജനെ പറയുന്നുണ്ടായിരുന്നേ. പൂജനെ ആർക്കും വലിയ താല്പര്യമില്ല. പൂജനെ പുറത്താക്കാനുള്ള പരിപാടിയാണ് അവിടെ ഉള്ളവർ നോക്കണം. പൂജക്ക് ആ ഫയർ അങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ. മിക്കവാറും പൂജ കയറും. എന്താണെന്ന് വെച്ചാൽ അവിടെ കരഞ്ഞു മെഴുകാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ ഇതിൻ്റെ ഇടയിൽ രഞ്ജിനി പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ഫെയർ ആകാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇത്ര നാൾ ഫെയർ ആയിരുന്നില്ല അല്ലേ? ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടാസ്ക് വിൻ ചെയ്തവർക്ക് മാത്രമല്ല ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുക. നല്ലോണം ടാസ്ക് ടീമിനല്ല, വിജയിച്ച ടീമിന് മാത്രമല്ല കിട്ടുക, നല്ലോണം മത്സരിച്ച മത്സരാർത്ഥിക്കാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുക. നല്ലൊരു കാര്യമാണ്. ഇന്ന് തോറ്റ ടീമിനും ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഔട്ട് ഹൗസിലേക്ക് പോയത് ആരൊക്കെയെന്ന് പറയാം. സോണി, എൽദോ, സോന, അഭിറാം, സാബിറ, റിജോ, ജെറ്റി, പ്രണവ്, ഷിജിത്ത് അവരൊക്കെ ഔട്ട് ഹൗസിലേക്ക് പോയി. പക്ഷെ ഷിജുലാലിനെ ഒന്നും പുറത്താക്കാനുള്ള സാധ്യതയില്ല. റെനീഷയുടെയും റിയാസിൻ്റെയും ടീമാണ് വരുന്നത്. അവർ കളിച്ചു. റിയാസിൻ്റെ ടീമാണ് കൂടുതൽ സ്കോർ ചെയ്തത്. ഈ 2 ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് ആരൊക്കെ പോകുന്നു? അത് സോണി പോയി, സോന പോയി, അബ്രാം പോയി, സാബിറ പോയി, റിജോ പോയി, എൽദു പോയി, ഷിജിത്ത് പോയി, ഷിജുലാൽ പോയി, ജെറ്റ് പോയി, പ്രണവ് പോയി. ഈ പോയ ഇവരിൽ നിന്നും 4 പേര് ഇന്ന് പുറത്താകും. ഇതിൽ നിന്ന് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ആൾക്കാരെ പറയുകയാണെങ്കിൽ അത് വൈശാഖിനും ഷിബിനക്കും ഷിജിനും അഫിയാനക്കുമാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിരിക്കുന്നത്. ഈ ഷിബിനക്ക് റിയാസ കൊടുത്തേ. ഷിബിന വീടിനകത്തേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ് റിയാസ്. ഷിബിന കയറണമെന്നാണ് റിയാസ് ആഗ്രഹിക്കുന്നത്. ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഒരു ഫേവറിറ്റിസം അവിടെ വരുന്നുണ്ട്. ഷിബിനയെ ബിഗ് ബോസ് വീടിനകത്തേക്ക് നമുക്ക് കാണാം. റിയാസ് 2ഉം കൽപ്പിച്ചാണ്. പുറത്തായ കണ്ടസ്റ്റന്റ് സോണി പുറത്തായി. സോണി പുറത്താവേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ്, ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് സോണിയ ഔട്ടായി എന്ന് പറയുന്ന സമയത്തേ റെനീഷ് ചോദിച്ചു സോണി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ സോണി പറയണം
ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാം പറഞ്ഞില്ലേ, ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. സാദിറ ഔട്ട് ആവേണ്ടതാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സാദിറ പുറത്തായി. അടുത്തത് റിജോ പുറത്തായി. റിജോവും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അടുത്തത് ജെറ്റിയും പുറത്തായി. ജെറ്റി നേഴ്സല്ലേ, ജെറ്റിയും പുറത്തായി. അഗ്നി പരീക്ഷയിൽ നിന്നും പുറത്താകുന്ന 4 പേർ, ഇനി 24 പേരുണ്ട്. 24 നിന്നും ഇനിയുള്ള ദിവസങ്ങളിൽ എണ്ണം കുറഞ്ഞു വരും. ഈ എണ്ണം കുറവിൽ നിന്നും വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നത്. ഈ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നവരിൽ ഒന്ന് രാകേഷ് ഉണ്ടാകും, മറ്റൊന്ന് വൈശാഖ് ഉണ്ടാകും, ഷിബിന ഉണ്ടാകും, മിക്കവാറും ഷിജിൻ കയറാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ 4 പേര് മാത്രമല്ല, ഇതിൽ കൂടുതൽ വന്നേക്കാം. എൻ്റെ ഒരു പ്രൊഡിക്ഷനിൽ ഈ 4 പേര് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയേക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവരിൽ ആരൊക്കെ വരണം, ആരൊക്കെ വേണ്ട, എന്താണോ നിങ്ങളുടെ അഭിപ്രായം, എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും